കൊടുക്കാൻ ഞങ്ങൾ. ആയ് എൻ്റെ പൊന്ന് കാന്താരി മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പഴകഞ്ഞ് കുടിക്കുമ്പോൾ ഒന്ന് എടുത്തോളാം. കാന്താരി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ചെറിയ ഗാർഡൻ മേക്ക് ഓവർ ആണ്. ഗാർഡൻ മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഗാർഡനേ ഇല്ല. സോ നമ്മൾ ഒന്നേന്ന് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഫ്ലാറ്റിലും ഒരു ചെറിയ ബാൽക്കണി ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ബാൽക്കണി ജസ്റ്റ് ആക്രി വിക്രി സാധനങ്ങൾ ഇടാനും തുണി ഇടാനും ഒക്കെ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്നാണ് ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത്. സോ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ബാൽക്കണിയുടെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതിനെ നമ്മളൊരു ചെറിയ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട്, കാറ് വണ്ടികളൊക്കെ പോകുന്നതിന്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അതത്ര കാര്യമാക്കണ്ട. ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ചെറിയ 1-2 ചെടികളുണ്ട്. ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം അതിനെ എങ്ങനെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ പിന്നാലെ നമുക്ക് ഓരോരോ ചെടികൾ കിട്ടുമ്പോഴും ഇനിയെല്ലാം നമ്മൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് ഈ ബാൽക്കണിയിലോട്ടായിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റാർട്ടിങ് എന്താണ് അത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ കണ്ടാലോ. ഓക്കെ ഗായ്സ്, അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്ന സാധനമാണ്. പക്ഷെ ആ ബെഡ്റൂമിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ബാൽക്കണിയിൽ കൊണ്ടിട്ടു. പിന്നെ ഇത് നമ്മുടെ ഡെല്ലൂസിന്റെ തൊട്ടില് അന്നത്തെ ഇലക്ട്രിക് ക്രാഡിലായിരുന്നു. സോ അതും ഇപ്പൊ യൂസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. പിന്നെ നമ്മള് മോപ്പും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ തറയൊക്കെ ആകെ പ്രാവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വന്ന് കിടക്കും. പിന്നെ നമ്മൾ ഡ്രസ്സ് ഇടാൻ തുണി ഇടുന്നത് ഇവിടെയാണ്. പിന്നെ ഇത് അകത്ത് വെച്ചിരുന്ന സാധനമാണ്. പക്ഷെ ഡെല്ലൂസ് എപ്പോഴും ഇതിൽ പിടിച്ച് കയറിയിട്ട് ഇതും അവളും കൂടെ മറിഞ്ഞ് താഴെ വീഴാണ്. സോ എൻ്റെ ട്രൈപോഡ് എടുത്ത് നമ്മൾ ബാൽക്കണിയിലേക്ക് സ്ഥാനം കൊടുത്തു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഡോലൂസിൻ്റെ ഒക്കെ പൊട്ടിച്ചാളിൻ്റെ ഉപയോഗിക്കാത്ത കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ഒരു കാർഡ്ബോർഡിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ബാൽക്കണിയുടെ അവസ്ഥ. വേണ്ട പുറത്തോട്ട് നോക്കിയാൽ കാറുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ അടുക്കി കിടക്കുന്ന കാണാം. പിന്നെ അപ്പുറത്ത് നമ്മുടെ ബാൽക്കണിയിലെ ഇത് കണ്ടോ, പൂളും കാര്യങ്ങളും, റോഡ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ. കണ്ടോ താഴേക്കുള്ള വ്യൂ, എൻ്റെ ദൈവമേ. ബാൽക്കണി മേക്ക് ഓവർ ആണ്. ഇപ്പം വൃത്തിയാക്കിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗാർഡൻ ഉണ്ടാക്കാൻ പോവുക. ഓക്കെ, അതാണ് ഞാനിപ്പോൾ അവരോട് പറഞ്ഞത്. ഞങ്ങൾക്കൊരു അടിപൊളി ഗാർഡൻ, ഒരു ചെറിയ ഗാർഡൻ നമുക്ക് തുടങ്ങണം. ഗാർഡനെ ഉണ്ടാക്കാൻ തീരുമാനിച്ച കാര്യം എന്ന് പറഞ്ഞാല്, ഞങ്ങളൊക്കെ ഓഫീസിൽ പോകുമ്പോൾ ഞാനും കുഞ്ഞും തന്നെയല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ടൈം പാസിന് വേണ്ടി ചെടികളെയും പൂക്കളെയും ഒക്കെ നോക്കി അതിനെയൊക്കെ വളർത്തി തലോടി ഇരിക്കുന്ന സമയം പെട്ടെന്ന് പോകും. ഓക്കെ, അതുകൊണ്ട് ഞാനൊരു പ്ലാൻ ചെയ്തു. ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുഞ്ഞിൻ്റെ പഴയ ഐറ്റങ്ങളൊക്കെ ഉള്ളൂ. മേടിക്കാൻ പറഞ്ഞാൽ നീ മേടിച്ചോണ്ട് വരും, എനിക്ക് അറിയാം. പക്ഷേ ഇതിനതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഇപ്പോഴും ആൾക്കാർ ആ വീഡിയോയുടെ താഴെ ഇതിന്റെ ലിങ്ക് ചോദിക്കും. നമ്മൾ പണ്ട് കുഞ്ഞിനെ ഓയിൽ മസാജ് ചെയ്ത ഷീറ്റാണത്. അപ്പൊ അതിന്റെ ലിങ്ക് തരുമോ എന്ന് ചോദിക്കും. പക്ഷെ അത് നമ്മൾ ഡയറക്റ്റ് വാങ്ങിച്ച സാധനമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മള് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വേലി ഇവിടെ വയ്ക്കണമെന്നാണ്. അതിന് കുറച്ച് 2-3 ക്ലിപ്പ് പോലുള്ള സംഭവമൊക്കെ വേണം എനിക്ക്. ഇപ്പോഴത്തേക്കും ഇത് താഴെ ഇരിക്കട്ടെ, സമയം പോലെ അത് മേടിച്ചോണ്ട് വരണം. അത് കുറച്ചും കൂടെ വലുതാവുമല്ലോ. പ്രാവിന്റെ ശല്യോ കേട്ടോ, പ്രാവുകൾ വരും. ചെടിയും ഞാൻ ചെടിക്കകത്ത് മുട്ട, തേയില ഇതൊക്കെ ഇടും. മുട്ടത്തോടും തേയിലയൊക്കെ ഇടുമ്പോ പ്രാവ് വന്ന് കൊത്തരുത്. അതിനു വേണ്ടി ഞാൻ ഇവിടെ വേലി സൃഷ്ടിക്കുക. അങ്ങനെയുണ്ട് എന്റെ വേലി. അത് ഇനിയും നീളും. അങ്ങോട്ട് നീക്കിയേ വേണ്ടേ, അങ്ങ് അറ്റം മുതൽ നീങ്ങും. ഫുള്ള് സെറ്റപ്പാണ് നമ്മുടെ വേലി. ഓക്കെ,
അത് വെച്ചപ്പോ തന്നെ നമ്മുടെ ഗാർഡന്റെ ബാൽക്കണിയുടെ ലുക്ക് ഒന്ന് മാറിയിട്ടുണ്ടേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കാന്താരി. അതല്ലേ ഞാൻ ഫസ്റ്റ് കാന്താരി തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്തത്. കാന്താരി കണ്ടാൽ ഏത് ചോറും അങ്ങ് തിന്നുപോകും. പഴങ്കഞ്ഞിക്ക് സൂപ്പറായ ഒരു ഐറ്റമാണേ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു കാന്താരിയിൽ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ്, നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം ആണ് ഈ കാന്താരി. എനിക്ക് കുറച്ചുകൂടെ മേടിക്കണം, വെജിറ്റബിളിന്റെ ഐറ്റങ്ങളുണ്ട്. അന്ന് പിടിക്കുന്ന ഒരു പൂവാ, അപ്പൊ അതും മേടിച്ചിട്ടുണ്ട്. യെസ്, കുറച്ച് ഐറ്റങ്ങൾ മേടിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് പൂവിന് ഫ്ലവേഴ്സിന് ഒരു ഫ്ലവേഴ്സും കാന്താരിക്ക് ഒരു കാന്താരി. കാരണം ഞാനൊരു മുളക് ലവറാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോ നമുക്ക് വറക്കാൻ മുളക് കിട്ടിയില്ലെങ്കിൽ നേരെ നമ്മുടെ ഗാർഡനിലോട്ട് വന്നിട്ട് ഗാർഡൻ ഉണ്ടാക്കണ്ടേ നമുക്ക്. എന്തിനാ കരയുന്നത്? ആ, വെള്ളം സ്പ്രേ പോലെ ഡ്രോപ്പ് ആയിട്ട് പോകാനല്ലേ. ഡിഷ് വാഷിന്റെ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒഴിച്ചാൽ മതി. എപ്പോഴും വെള്ളം കോരി ഒഴിച്ചാൽ നമ്മുടെ ചെടികൾ ചെളിയായി പോകും. ഇത്തിരി വെള്ളം വീണപ്പോ തന്നെ അവരങ്ങ് ഫ്രഷ് ആയി. രാവിലെയും വൈകുന്നേരവും നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, വരാം. കുറച്ചും കൂടെ ചെടി സെറ്റപ്പ് ആക്കണം. നമ്മുടെ ബാൽക്കണി നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളൊരു ഗാർഡന് തുടക്കം കുറിച്ചിട്ടുണ്ട്. നമ്മള് ഗാർഡന് തുടക്കം കുറിച്ച്. നീ പിച്ച് കളയല്ലേ കേട്ടോ, പൂവൊന്നും പിച്ച് കളയല്ലേ കേട്ടോ. ഇത് വെറുതെ കളയണ്ട. ഇതിനകത്ത് എനിക്ക് വേറൊരു ഐഡിയ ഉണ്ട്. ചെടി കിട്ടട്ടെ, മണി പ്ലാന്റ് മേടിച്ച് പടർത്താന്ന് വിചാരിക്കുക. അപ്പൊ ഇതിപ്പോ ഇവിടെ ഇരിക്കുന്നു നമ്മുടെ ചെടിക്കൊരു ഭംഗിക്ക് വേണ്ടി. അതെ, നമ്മുടെ ഗാർഡൻ ഒരു ലുക്ക് ആവാൻ വേണ്ടിയിട്ട്. ഇത് നമ്മള് മക്ഡൊണാൾഡ്സിന്റെ കപ്പ് വെച്ചിട്ട് മമ്മി ഉണ്ടാക്കിയ ആന്തൂറിയാണ്. സോ അതിനെയും കൂടെ നമ്മൾ ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. എവിടെ ആയാലും പുറത്ത് കൊണ്ടുവച്ചാലും നനഞ്ഞാലൊന്നും പ്രശ്നമില്ലാത്ത സാധനങ്ങളാണ്. അതെ, ഈ സാധനം. ഇനിയിപ്പോ നമുക്ക് ഇത് ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പടർത്തിയിടാമല്ലോ. ഇത് ബെഡ്റൂമിൽ സ്ഥലമില്ലാത്തോണ്ടേ എടുത്ത് കളയാൻ പറഞ്ഞ സാധനം മമ്മിയുടെ ബാൽക്കണി കൊണ്ടുവച്ച് സെറ്റപ്പ് ആക്കിയതാണ്. ഇനിയിപ്പോ നമ്മൾ കൂടുതൽ ടൈമും നമ്മൾ ഇവിടെ ബാൽക്കണിയിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. ഞങ്ങള് കുറച്ച് പൂക്കളൊക്കെ വെച്ച് റെഡിയാക്കുന്ന. അതെ, അതൊന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ പൂ വാങ്ങത്തില്ല. ഒക്കെ മമ്മി തന്നെ പൂ തന്നെ ഉണ്ടാക്കി നമ്മൾ ഇവിടെ വെച്ച് അടിപൊളിയാക്കും. ഓക്കെ, അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ കുഞ്ഞു ഗാർഡൻ. വലിയൊരു ഗാർഡൻ ഒക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതെങ്കിൽ വിഷമിക്കേണ്ട, പതിയെ നമുക്ക് അവിടെ ഇതൊക്കെ സെറ്റ് ആക്കാം. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും വെറുതെ പൊടി പിടിച്ച് കിടന്നിരുന്ന ഒരു ബാൽക്കണി നമ്മളിപ്പോ ഇത്ര ആക്കിയപ്പോ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ട്. സോ ഇനിയും നമുക്ക് ഈ ഗാർഡനിൽ എന്തൊക്കെ ചെടികളാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്, അതായത് അധികം വെള്ളം വേണ്ടാത്ത, വെയിൽ കൊണ്ട കുഴപ്പമില്ലാത്തൊക്കെ എന്ത് ചെടികളാണ് നമുക്ക് ദുബായിലെ ഗാർഡനിൽ ബാൽക്കണിയിൽ ഉൾപ്പെടുത്താം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് മണി പ്ലാന്റ് വെക്കാം നമുക്ക്. കുറച്ച് മണി പ്ലാന്റ് ഇനി എനിക്ക് സംഘടിപ്പിക്കാനുണ്ട്. പിന്നെ തുളസി, അങ്ങനെ കുറച്ച് ഔഷധ ചെടികളും കുറച്ച് വാടിപ്പോവാത്ത പൂക്കളും ഒക്കെ വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.